immediately. Okay, very good. So good morning, everyone. Good morning once again. Welcome back to today's session. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു നല്ല രീതിയിലേക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. സോ ഹോപ്പ് എവ്രിബഡി ഈസ് റെഡി. നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ലൈഫിലെ ഓരോ ദിവസം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതിനുള്ള ഒരു എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലധികം സൂക്ഷിക്കുക. നിങ്ങൾക്ക് അത് ലഭിക്കുന്നു എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള സംഗതി, അതേപോലെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, നമുക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, വോയിസിന് ഇഷ്യൂസോ സംഗതികളൊന്നുമില്ലല്ലോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നതാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സംഗതികൾ എന്ന് വെച്ചാൽ ഗോളിനെ കുറിച്ചാണ്. അതായത് എന്താണ് ഗോള്, എന്തുകൊണ്ട് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൺസ്ട്രൈൻസ് ഇൻ ഗോൾ ഹണ്ടിങ് അല്ലെങ്കിൽ ഗോൾ അച്ചീവിങ്. അതായത് നമ്മൾ ഗോള് ഹണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്, ചില ബ്ലോക്കുകൾ നമുക്കുണ്ട്. ആ ബ്ലോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. Just comment down if you are ready and excited. Just comment down RE എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, RE എന്ന് കമന്റ് ചെയ്യുക. Just comment down RE. I'm ready and excited എന്നുള്ളതിന് RE എല്ലാവരും കമന്റ് ചെയ്യട്ടോ. I want everybody to comment this. Okay. കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. റെഡി? റെഡിയാണോ? ഓക്കെ, ഗോൾ സെറ്റിംഗിന്റെ ഡേ 2ലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. നമുക്ക് നല്ല രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ ഓക്കെ, എനിക്കിവിടെ സ്ലൈഡ് ശരിക്കും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഡേ 2 നമ്മളുടെ ഗോൾ സെറ്റിംഗിന്റെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഡേ 2 ഗോൾ സെറ്റിംഗ് പ്രോസസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഗോളിനെ കുറിച്ചും എന്താണ് ഗോൾ, എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഗോൾ എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് വാട്ട് വി വാണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഗോൾ സെറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, ഈ പ്രസന്റ് ലൈഫ് എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ഭാവിയിലെ ലൈഫ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തി വെക്കലാണ് ഗോൾ സെറ്റിംഗ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സക്സസ്. സക്സസിൽ എന്താണ്, നമുക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി, എവിടേക്ക് പോകണം, എന്ത് നേടണം എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അധികം ആൾക്കാർക്കും എന്താ വെച്ചാൽ ഗോളുകൾ ഉണ്ട് എങ്കിലും, ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിലും ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അടുത്തത് എന്താണ്, അത് ഐഡിയലൈസേഷനിലേക്ക് നമ്മൾ ഐഡിയലൈസിങ് യുവർ ലൈഫ്. ഇമാജിൻ ഓൾ ദ money, education, skills, relationship that you have want to achieve as your goals. ഒന്ന് ഐഡിയലൈസ് ചെയ്യുക.
നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ചിലപ്പോ അതെന്തായിരിക്കാം, ഇമാജിൻ ഓൾ ദ മണി. നമ്മളെ ലൈഫിന് നമ്മൾ എന്ന് വെച്ചാൽ ഒരു 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 ഇതായിട്ട് കാണാൻ കഴിയണം നമുക്ക് കറക്റ്റായിട്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുക. അത് കാണാൻ കഴിയാത്തത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. സോ ഇമാജിൻ ഓൾ ദ മണി, എല്ലാ പണവും, നിങ്ങൾക്ക് വേണ്ട എല്ലാ പണവും, നിങ്ങൾക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും, നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവും, നിങ്ങൾക്ക് വേണ്ട എല്ലാ ബന്ധങ്ങളും, അത് നമ്മൾ എന്ത് ചെയ്യണം? അതില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. പല ഗോളുകളും അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരുപാട് പണം ആവശ്യമാണ്. യെസ് ഓർ നോ? വലിയ ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗോളുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിവുണ്ടാവണം. അപ്പൊ നമുക്ക് കുറെ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഉള്ള കഴിവ് പോരാ, കഴിവ് ഒന്നുകൂടി ഉഷാറാക്കി എടുക്കണം, അല്ലെങ്കിൽ പുതിയ കഴിവുകൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ചില ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ബന്ധങ്ങൾ ആവശ്യമാണ്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ബന്ധങ്ങളുടെ കുറവ് കൊണ്ടോ, കഴിവുകളുടെ കുറവ് കൊണ്ടോ, വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ പണത്തിന്റെ കുറവ് കൊണ്ടോ ആണ് നമ്മൾ അധികം ആൾക്കാർ നമ്മളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാത്തത്. യെസ് ഓർ നോ? നമ്മുടെ ഗോളുകളുടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. യെസ് ഓർ നോ? യെസ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറവ് കൊണ്ടാണ്. ഒന്നുകിൽ പണത്തിന്റെ കുറവുണ്ടാകാം, അല്ലെങ്കിൽ അറിവിന്റെ കുറവുണ്ടാകാം, അതല്ലെങ്കിൽ കഴിവിന്റെ കുറവുണ്ടാകാം, അതും അല്ലെങ്കിൽ ബന്ധങ്ങളുടെ കുറവുണ്ടാവാം. നമുക്ക് ആഗ്രഹിച്ച സപ്പോർട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിജയിക്കാൻ പറ്റും. യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ. ഇഫ് യു അഗ്രി വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ. യെസ്, I want you to agree. I want you to comment. I want you to comment. Everybody, just comment. Okay? Yes. നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗോളുകൾ അച്ചീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. സോ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം എന്തൊക്കെ ബന്ധങ്ങളായിരിക്കും വേണ്ടി വരിക? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്ത് തുടങ്ങണം, ഐഡിയലൈസ് ചെയ്ത് തുടങ്ങണം, മനസ്സിൽ കണ്ടു തുടങ്ങണം. ഇതെല്ലാം നേടിയെടുക്കുന്നത്, അതായത് ആദ്യം നമ്മൾ ഗോളുകൾ കാണുന്നതിന്റെ കൂടെ തന്നെ ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുകയും അങ്ങനെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ മുൻപിലേക്ക്, ആ തടസ്സങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? മാറിക്കിട്ടും. അപ്പൊ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഗോളുകൾ മാത്രം വിഷ്വലൈസ് ചെയ്താൽ പോരാ, ആ ഗോളുകൾ നേടാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളായിട്ടുള്ള അറിവ്, കഴിവ്, ബന്ധങ്ങൾ, സാമ്പത്തികം, ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം, അത് ഐഡിയലൈസ് ചെയ്യണം, അത് ഇമാജിൻ ചെയ്യണം, അത് സങ്കല്പിക്കാൻ കഴിയണം. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. വേറെന്താ വേണ്ടത്? റൈറ്റ് ഡൗൺ യുവർ ഗോൾസ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ടു യു. അധികം ആൾക്കാരും ഗോളുകൾ അച്ചീവ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്കത് ഗ്യാരണ്ടീഡ് ആണ്, നമ്മളിലേക്ക് അത് വരും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഉള്ളിലില്ല. ഒരു ഡൗട്ടാണ്, എനിക്കിത് നടക്കുമോ, നടക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, നമുക്കൊക്കെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, നമുക്കത് ഗ്യാരണ്ടീഡ് ആണോ, ഉറപ്പായിട്ടും ലഭിക്കുമോ? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ഉറപ്പായിട്ടും അത് നമ്മളിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസം. എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല, അത് വരും 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 വരും, അതിലൊരു സംശയം പോലും ഇല്ല, വന്നേ പറ്റൂ എന്ന രീതിയിലേക്കുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? നമ്മളുടെ ഉള്ളിൽ ചെറിയൊരു തിയറി ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലർക്ക് 10 വർഷം, 15 വർഷം, 20 വർഷം, 30 വർഷം കൊണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാം. 100 കോടിയുടെ ഗോള് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നൊരാള് ചിന്തിച്ചു കഴിഞ്ഞാൽ 100 കോടി ഇപ്പൊ ചിന്തിക്കുമ്പോൾ 100 കോടി അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന സമയത്ത് എന്തില്ല, അതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉള്ളിലുണ്ടാകാം. പക്ഷേ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? 30 വർഷം സമയമെടുത്തോട്ടെ, അതുകൊണ്ട് മനസ്സ് വിശ്വസിക്കണം. അപ്പൊ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനൊരു കൺസ്ട്രെയിൻസ്, ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മനസ്സ് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ഒരു വിശ്വാസം ഇല്ലാണ്ടിരിക്കുക.
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ സാറേ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ അമ്പാനെ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആണ്? നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്തില്ല, ഒരു വിശ്വാസമില്ല. അതിന്റെ കാരണം എന്താ? വിശ്വാസമില്ലാത്തതിന്റെ കാരണം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തില്ല, നമുക്കത് കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു ഫിയർ ആണ്, ഒരു ഇൻസെക്യൂരിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇൻസെക്യൂരിറ്റിയാണ്, ഒരു കൺസേൺ ആണ്. ഓക്കെ, ഒരു കൺസേൺ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ വെച്ചാൽ, ഓക്കെ, ഇതെന്നെ കൊണ്ട് നടക്കുമോ, ഇതെനിക്ക് പോസിബിൾ ആകുമോ, എങ്ങനെ ഞാൻ പോസിബിൾ ആക്കി എടുക്കും, എത്രയോ വലിയൊരു സ്വപ്നമല്ലേ, വലിയൊരു സംഗതിയല്ലേ, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്, എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തോട്ട്സുകളും ചിന്തകളും ഭയങ്ങളും മാത്രമാണ്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് പതിയെ 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 നടന്നെടുക്കാൻ പറ്റും. എങ്ങനെ നടന്നെടുക്കും? റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് എന്നെ കൊണ്ടത് സാധിക്കും, എന്നെ കൊണ്ടത് സാധിക്കും, എന്നെ കൊണ്ടത് സാധിക്കും, അത് ഞാൻ നേടിയെടുക്കും, അത് ഞാൻ നേടിയെടുക്കുമെന്ന് പല തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അഫർമേഷൻസ് ആയിട്ടും വിഷ്വലൈസേഷൻസ് ആയിട്ടും മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും? അത് സംഭവിക്കാൻ ചെയ്യും. അതെങ്ങനെ സംഭവിക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ എന്ത് ചെയ്യണം? ആ വിശ്വാസം സ്ട്രോങ് ആവണം. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ആ വിശ്വാസം ഇപ്പൊ സ്ട്രോങ് ആണോ? ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടോ? ആഗ്രഹം എഴുതി വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിലേക്ക് ഇട്ടിട്ടു. ആഗ്രഹം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലേക്ക് ഇടലാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിലെ സംശയം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിരിക്കലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഐ വാണ്ട് എവറിബഡി ടു ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങളൊന്ന് വീഡിയോയിൽ വരാമോ? ഓക്കെ, ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് താല്പര്യത്തോട് കൂടിയിട്ട് കുളിച്ച് ഫ്രഷ് ആയി നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇറ്റ് വിൽ ചേഞ്ച് യു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചേഞ്ചിലേക്ക് സഹായിക്കും. അത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ എന്ത് ചെയ്യുക, കുളിച്ച് ഫ്രഷായി പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്ത് ഉടനെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ക്ലാസ്സിലിരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കാം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ലേൺ. ഓക്കെ, സോ ദാറ്റ്സ് ദ വേ ഇറ്റ് ഷുഡ് ബി ഹാപ്പനിങ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ഗോൾസിനെ കുറിച്ച്. 100 കോടി സമ്പാദിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ലക്ഷ്യം, നിങ്ങൾ വലിയൊരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക്, 15 വർഷത്തേക്ക്, 20 വർഷത്തേക്ക്, 30 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്താണ്, ഒരു അത്രയും സമയം എടുത്തിട്ട്, ചിലപ്പോൾ സമയത്തിന്റെ പ്രശ്നമായിരിക്കാം മനസ്സ് വിശ്വസിക്കാത്തത്. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. രണ്ടാമത് എന്താണ്, ചില സമയം 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 100 കോടി സമ്പാദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളതല്ല, നമുക്ക് ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചൊന്നും വരില്ല, നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ അതിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പലതവണ ആവർത്തിച്ച് 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 പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആവർത്തിച്ച് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, 100 കോടി ഞാൻ സമ്പാദിക്കും, 100 കോടി ഞാൻ സമ്പാദിക്കും, 100 കോടി ഞാൻ സമ്പാദിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ആ വാഹനം ഞാൻ വാങ്ങും, ആ വീട് ഞാൻ വെക്കും, വീട് ഞാൻ വെക്കും, വീട് ഞാൻ വെക്കും, വീട് ഞാൻ വെക്കും. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വീട് വെക്കണം, വീട് വെക്കണം, വീട് വെക്കണം, ഞാൻ വീട് വെക്കും, വീട് വെക്കും, വീട് വെക്കും, ഞാൻ ആഗ്രഹിച്ച രൂപത്തിലുള്ള ആ വീട് ഞാൻ വെക്കും. മനസ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണത് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു മൈൻഡിലേക്ക്, അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് ടൈമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വിശ്വാസം സ്ട്രോങ് ആയി മാറും. കാരണം 6 മാസം കൊണ്ട് നടപ്പിലാക്കാനായിരിക്കും പലപ്പോഴും വിശ്വാസം പ്രയാസം. പക്ഷെ കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വിശ്വാസത്തിലേക്ക് വരും. വലിയ ഗോളുകളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ടൈം കൊടുക്കേണ്ടത്. ആൻഡ് സെറ്റ് എ സബ് ഡെഡ് ലൈൻ. നിങ്ങൾ പിന്നീട് എന്താ ചെയ്യേണ്ടത്? സബ് ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യണം. എന്താണ് സബ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്? ഇപ്പൊ 100 കോടി ആണെന്നുണ്ടെങ്കിൽ ആ 100 കോടി ഇപ്പൊ 30 വർഷം കൊണ്ടാണ് അല്ലെങ്കിൽ 20 വർഷം കൊണ്ടാണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 15 വർഷത്തിനുള്ളിൽ അത് എത്ര കോടിയാകും? ഓക്കെ, ഒരു 15 വർഷം കൊണ്ട് ഒരു 75 കോടി ആവണം. 10 വർഷം കൊണ്ട് എത്രയാണ്? ഒരു 50 കോടി ആവണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സബ് ഡെഡ് ലൈനുകൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുക, അതിന്റെ താഴെ അതിനെ ചെറുതാക്കി കൊണ്ടുവരിക.
ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് 10 ലക്ഷം ഏൺ ചെയ്യണം. 10 ലക്ഷം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വർഷമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വർഷത്തിനുള്ളിൽ എന്ന് വെച്ചാൽ ഒരു 5 ലക്ഷം ഏൺ ചെയ്യാൻ വേണ്ടി ഒരു 6 മാസം ടൈം കൊടുക്കുക, അല്ലെങ്കിൽ 7 മാസം ടൈം കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? സബ് ഡെഡ് ലൈൻ ആക്കി കൊണ്ടുവരും. 1 ലക്ഷം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം ടൈം കൊടുക്കുക, അല്ലെങ്കിൽ 3 മാസം ടൈം കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനെ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റുക, അങ്ങനെ ചെറുതാക്കി കൂടെ കൊണ്ടുകഴിഞ്ഞാൽ സ്റ്റെപ്പുകളാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസം നീങ്ങും. പലപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വലിയ ഗോളുകൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോഴാണ് അതൊരു തടസ്സമായി മാറുന്നത്. അപ്പൊ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. ഹൗ മച്ച് യു ഹാവ് ടു ഏൺ, നിങ്ങൾക്ക് എത്രയാണ് ഏൺ ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈച്ച് ഇയർ, ഈച്ച് മന്ത്, ഈച്ച് വീക്ക്. ഇതാണ് സബ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയിലും എത്ര ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഒരു മാസം എത്രയായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, എത്രയായിരിക്കും ഞാൻ ഏൺ ചെയ്യുക, എത്രയായിരിക്കും ഞാൻ സമ്പാദിക്കുക, എത്രയായിരിക്കും ഞാൻ സേവ് ചെയ്യുക, എത്രയായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക, ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും എത്രയായിരിക്കും. അങ്ങനെ സബ് ഡെഡ് ലൈൻ ആക്കി കൊണ്ടുവരണം. അങ്ങനെ ഡെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും, ഹ്യൂജ് റിസൾട്ടിലേക്ക്. നോ അൺറീസണബിൾ ഗോൾസ്, ബട്ട് ഓൺലി അൺറീസണബിൾ ഡെഡ് ലൈൻസ്. അൺറീസണബിൾ ആയിട്ടുള്ള ഗോൾസ് അല്ല നമുക്ക് നമ്മുടെ പ്രശ്നം, അൺറീസണബിൾ ആയിട്ടുള്ള ഡെഡ് ലൈൻസ് ആണ്. ഒരു 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിന് പകരം 6 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള അമിത പ്രതീക്ഷ ചിന്തിക്കുന്നതാണ് അധികം ആൾക്കാരുടെയും പ്രശ്നം. They overestimate what they can do in 1 year and they underestimate what they can do in 5 years or 10 years. 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ കാണാതെ 6 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് എനിക്ക് ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നുള്ള ഓവർ എസ്റ്റിമേഷൻ വെക്കും. ചില ഓവർ പ്രതീക്ഷ കൊടുക്കും, അൺറീസണബിൾ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സോ ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. സോ ഒബ്സ്റ്റക്കിൾസ് എന്താണ്? നമ്മൾ നമ്മളോട് ചോദിക്കുക, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മുൻപിൽ? വൈ ആർ യു നോട്ട് അറ്റ് യുവർ ഗോൾസ് ഓൾറെഡി? നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എന്തുകൊണ്ട്? ഇതിനൊക്കെ ഒരു വളരെ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് എക്സാമ്പിൾസ് ആണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ലക്ഷ്യങ്ങൾ നേടാത്തതിന്റെ അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? വൈ ആർ നോട്ട് യു അറ്റ് യുവർ ഗോൾസ് ഓൾറെഡി? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഗോളിൽ എത്തിയിട്ടില്ല? എക്സ്ക്യൂസസ് പറയരുത്. അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നുള്ള എക്സ്ക്യൂസസ് അല്ല. എക്സ്ക്യൂസസ് ആർ നോട്ട് ട്രൂ. എക്സ്ക്യൂസസ് ആർ നത്തിങ് ബട്ട് എക്സ്ക്യൂസസ്. അതായത് എന്റെ സാഹചര്യം ഇതാണ്, എന്റെ സിറ്റുവേഷൻ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഗതിയിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതെല്ലാം നമുക്ക് പറയാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞ് അതിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് പറയുന്ന ശീലങ്ങൾ, അത് പറയുന്ന ഒരു ശീലമുള്ള വ്യക്തിയായിട്ട് മാറും. ഞാൻ എന്തുകൊണ്ട് അത് വാങ്ങിയില്ല, ഞാൻ എന്തുകൊണ്ട് അത് നേടിയില്ല, ഞാൻ എന്തുകൊണ്ട് അത് അച്ചീവ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതല്ലാത്ത യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക് നമ്മൾ നോക്കണം. എന്താണ് നമ്മുടെ പ്രോബ്ലം? എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യാത്തത് എന്നുള്ള യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക്. നമ്മൾ പണിയെടുക്കാത്തതുകൊണ്ടായിരിക്കും, നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും, നമ്മൾ എഫേർട്ട് ഇടാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ റിസ്ക് എടുക്കാത്തത് കൊണ്ടായിരിക്കും, നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്. ഇത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിട്ടില്ല, ഞാൻ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവണം. എനിക്ക് ദുശീലങ്ങളുണ്ട്, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഇത് അഡ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ അഡ്മിറ്റ് സത്യസന്ധമായിട്ട് അതിനെ ഫേസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ മാത്രം പോരാ, അത് പ്രവർത്തിക്കണം. വേറെ ആരെങ്കിലും വന്നിട്ട് പ്രവർത്തിക്കുകയോ? നോബഡി. വേറെ ഒരാളും വന്നിട്ട് എന്തെങ്കില ചെയ്യില്ല. വി ഹാവ് ടു കറക്റ്റ് അവർസെൽവ്സ്. നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റൂ, നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ, നമ്മൾ ചാലഞ്ച് എടുത്തേ പറ്റൂ, നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. നമ്മൾ എക്സ്ക്യൂസസ് പറയേണ്ട, നമ്മളുടെ മുഖം കീപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
നമ്മളോട് തന്നെ ഷുഗർ കോട്ട് ചെയ്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടു നിൽക്കുക. അത് അതുകൊണ്ടാണ്, അത് ഇതുകൊണ്ടാണ്, സാഹചര്യം അനുകൂലമല്ല, എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ലൈഫ് പാർട്ണർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദീസ് ആർ എക്സ്ക്യൂസസ്, ദീസ് ആർ ബ്ലെയിമിങ്. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, കംപ്ലൈന്റ് ചെയ്യലാണ്, എക്സ്ക്യൂസസ് ആണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് ജീവിക്കുന്നതിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം നേടുന്നതിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങൾ ഓടിക്കുന്നതിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങൾ സ്വന്തമാക്കുന്നതിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് നിങ്ങൾ സ്വന്തമാക്കുന്നതിൽ, ആ ഒരു സംഗതിയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ എന്ന് പറയുന്ന ഒരൊറ്റ കാരണമാണ് എന്ത്? നോബഡി ബട്ട്സ് യു. നിങ്ങളാണ്, നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാത്തതാണ്. സ്വയം കുറ്റപ്പെടുത്താനല്ല പറയുന്നു, അക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ മടി അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ പേടി അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ കംപ്ലൈനിങ് മോഡ് അക്സെപ്റ്റ് ചെയ്യുക. ഞാനാണ് കാരണക്കാരൻ, എൻ്റെ ചിന്തകളാണ്, എൻ്റെ പ്രവൃത്തികളാണ്, ഞാൻ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, ഞാൻ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ്, ഞാൻ എൻ്റെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. വേറെ ആരെങ്കിലും വന്ന് ഡെവലപ്പ് ചെയ്ത് തരുമോ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സോ വാട്ട്? 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പഠിച്ചൂടെ? എനിക്ക് ഇനി വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല, എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പഠിക്കണം. എന്താ വേറെ ആരെയും വന്നിട്ട് പഠിപ്പിച്ചു തരുമോ? വേറെ ആരെയും വന്നിട്ട് വായിച്ചു തരുമോ? വേറെ ആരെയും കാര്യങ്ങൾ ചെയ്തു തരുമോ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പഠിക്കണം. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ല, സമയം എടുക്കും. എനിക്ക് പ്ലാനിങ് അറിയില്ല, ബിസിനസ് അറിയില്ല, പഠിക്കണം. എൻ്റെ അടുത്ത് പണമില്ല, ഉണ്ടാക്കണം. ആരുണ്ടാക്കും? നമ്മളുണ്ടാക്കും. ഞാൻ ഉണ്ടാക്കണം, നിങ്ങൾ ഉണ്ടാക്കണം, നീ ഉണ്ടാക്കണം. ദാറ്റ്സ് ഇറ്റ്. നോബഡി. വേറെ ആരെയും വന്നിട്ട് കൊണ്ടുതരുമോ? ഇത് അവരുടെ സ്വപ്നമാണോ? ഇത് അവരുടെ ആഗ്രഹമാണോ? ഇത് അവരുടെ ആവശ്യമാണോ? അല്ലെങ്കിൽ ഈ ആവശ്യം ഇട്ടെറിഞ്ഞു പൊയ്ക്കോ, ഈ ഒരു ആഗ്രഹം ഇട്ടെറിഞ്ഞു പൊയ്ക്കോ, ഈ ഗോൾ അങ്ങ് ഉപേക്ഷിച്ചോളാം. ദാറ്റ്സ് ഓൾ. ഒരു ലക്ഷ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഗോൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാനോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടായാൽ പറ്റും. യു ഹാവ് ടു വർക്ക് ഹാർഡ്. വി ഹാവ് ടു വർക്ക് ഹാർഡ്. ഇത് ഞാൻ എന്നോട് കൂടി പറയുന്ന കാര്യമാണ്. Nobody. So we have to work hard. Nobody is going to help us. വേറെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകും. So we have to take the responsibility. നമ്മളാണ് നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഹലോ, പിണങ്ങിയോ? വിഷമായോ? എന്നെ ഇങ്ങനെയൊന്നും വഴക്ക് പറയല്ലേ. എനിക്ക് ട്രോമ ഇളകുന്നുണ്ട്, എനിക്ക് ട്രിഗർ ആകും, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പേടിയാണ്. അതോ സ്നേഹിച്ചിട്ട് സത്യസന്ധമായിട്ട് ഒരു സഹോദരൻ എന്ന പോലെ, ഒരു സുഹൃത്തെന്ന പോലെ സത്യം പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യം, മുഖത്തടിച്ചൊരു സത്യം കേൾക്കേണ്ടി വരും. അപ്പോഴായിരിക്കും മോട്ടിവേഷൻ, അപ്പോഴായിരിക്കും ഒരു ഉണർവ് ഉണ്ടാവുക, അപ്പോഴാ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. വേറെ ആരും വരൂല. ഞാൻ തന്നെ ഇറങ്ങണം, ഞാൻ തന്നെ പണിയെടുക്കണം, ഞാൻ തന്നെ പഠിക്കണം, മണിക്കൂറുകൾ മാറ്റി വെക്കണം. യെസ്, ദാറ്റ്സ് ഇറ്റ്. വായിക്കണം, പഠിക്കണം, വായിക്കണം, പഠിക്കണം, മണിക്കൂറുകൾ മാറ്റി വെക്കണം, റിസ്ക് എടുക്കണം, അധ്വാനിക്കണം. ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫേസ്ബുക്കിൽ ഇരിക്കാൻ പറ്റില്ല, ഇൻസ്റ്റഗ്രാമിൽ ഇരിക്കാൻ പറ്റില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. നോ, എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം, അതായത് പ്രാർത്ഥന, മെഡിറ്റേഷൻ, പ്ലാനിങ്, എഴുത്ത്, വായന, സംഗതികൾ. എന്നിട്ട് എന്നെ ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം എനിക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ അർഹിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് മാറിയേ പറ്റൂ. അത് അർഹിക്കുന്ന വ്യക്തിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട അറിവ്, കഴിവ്, പണം,
അവസരങ്ങൾ, ബന്ധങ്ങൾ, സംഗതികളെല്ലാം ഞാൻ ബിൽഡ് ചെയ്തെടുത്തേ പറ്റൂ. അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുകളിൽ പണിതേ പറ്റൂ. എൻ്റെ മുകളിൽ ഞാൻ പണിയെടുത്തേ പറ്റൂ, വർക്ക് ചെയ്തേ പറ്റൂ. എന്നെ ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റൂ. എൻ്റെ തിങ്കിങ് ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റൂ. എൻ്റെ ബ്രെയിൻ ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റൂ. എൻ്റെ 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 ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് രീതി ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റൂ. ഞാൻ എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചേ പറ്റൂ, വായിച്ചേ പറ്റൂ, ലേൺ ചെയ്തേ പറ്റൂ, ഇംപ്രൂവ് ചെയ്തേ പറ്റൂ, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ, വിഷ്വലൈസേഷൻ ചെയ്തേ പറ്റൂ, അഫർമേഷൻസ് എഴുതിയേ പറ്റൂ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയേ പറ്റൂ. I have to do everything to change me. എന്നെ ചേഞ്ച് ചെയ്തേ പറ്റൂ. Nobody is going to change me. I have to change me. And I am accepting that fact. ആ ഫാക്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നെ ചേഞ്ച് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ആ ചേഞ്ച് സംഭവിക്കുക. Can we do that? Can we do that? മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ യെസ്. അപ്പൊ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ നീക്കണമെന്നുണ്ടെങ്കിൽ ആരാ തടസ്സം? ആരാ തടസ്സം? ആരാ തടസ്സം? ഒന്ന് കമന്റ് ചെയ്തേ. ആരാ തടസ്സം? ഹു ഈസ് ദ ഒബ്സ്റ്റക്കിൾ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം ആരാ? മീ. അത് തിരിച്ചറിയുക, അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് സമർപ്പിക്കുക. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ശീലിച്ചത് അങ്ങനെയല്ല. ശീലിച്ചതെല്ലാം തന്ന്, എല്ലാം ഹെൽപ്പ് ചെയ്ത്, എല്ലാം നമ്മുടെ വായിലേക്ക് ഇട്ടുന്നത് സ്പൂൺ ഫീഡ് ചെയ്ത് തന്നു നമ്മളെ. അല്ലെ? ചെറുപ്പം മുതലേ ഭക്ഷണം കഴിക്കാൻ സ്പൂൺ ഫീഡ് ചെയ്ത് തന്നു, എല്ലാം വാങ്ങി തന്നു, എല്ലാം ചെയ്തു തന്നു. യു ഹാവ് ടു ഏൺ ഇറ്റ്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്തെടുക്കണം, നേടിയെടുക്കണം. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഏറ്റെടുക്കുക. ആ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. വി ഹാവ് ടു ചേഞ്ച്, നോ വൺ എൽസ്. നമ്മൾ തന്നെ. ഇറ്റ്സ് മീ. കമന്റ് ചെയ്യുക. ഒരുപാട് പേരുണ്ടല്ലോ, കമന്റ് ചെയ്തേ പറ്റൂ. ഐ വാണ്ട് എവരിബഡി ടു കമന്റ്. കേട്ടോ, ചില ആൾക്കാരെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, എനിക്കിതിലൊന്നും കമന്റ് ചെയ്യാൻ വയ്യ, ഞാൻ ഇതിലും വലിയ മടിയനാ, എന്റെ ലക്ഷ്യങ്ങളൊക്കെ എനിക്ക് ഒരുപാടുണ്ട്, പക്ഷെ എനിക്കൊരു കമന്റ് ചെയ്യാൻ പോലും വയ്യ, എനിക്ക് ഭയങ്കര മടിയനാണ്, ഞാൻ ഭയങ്കര മടിയനാണ്. എനിക്കിത് ആരെങ്കിലും ഒന്ന് കമന്റ് വന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ, ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തന്നിരുന്നെങ്കിൽ. എടോ, ഇതിലും വലിയ പ്രയാസമാടോ താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തുട്ട് കാണിക്കാനാ പിന്നെ ഈ മടിച്ചിരിക്കുന്നത്? എന്താടോ നന്നാവാത്തെ? മടിയൊന്നും ഇല്ല, പിന്നെ എനിക്ക് ചെറിയൊരു തിരക്കാ. കമന്റ് ആവും. എക്സ്ക്യൂസസ് എനിക്ക് കേൾക്കേണ്ട. ഡു ഇറ്റ്. ടേക്ക് ആക്ഷൻ. വേറെ ഡയലോഗൊന്നും അടിക്കണ്ട. ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് പ്രൂവ് ഇറ്റ്. ഞാൻ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, മനഃപൂർവ്വം പറയുന്ന നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടി. ഇപ്പൊ കണ്ടോ, കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യമില്ലേ? എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ജസ്റ്റ് ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ചെറിയ എക്സാമ്പിൾസ് അതൊക്കെ. നമുക്കൊക്കെ പുഷ് വേണം, ആരെങ്കിലും ഒക്കെ ചെയ്ത് തന്നിട്ട് വേണം, ഞാനൊക്കെ പറഞ്ഞിട്ട് വേണം. ഒരു തവണ പറഞ്ഞാൽ പറയുന്നിട്ട് വീണ്ടും പറയണം, എന്നാലേ ചെയ്യൂ. അല്ലടോ, ഡു ഇറ്റ്. ഇറ്റ്സ് യുവർ ലൈഫ്. The way you do one thing is the way you do everything. മഹാത്മാഗാന്ധി പറഞ്ഞുള്ള വാചകമുണ്ട്. നമ്മൾ ഓരോ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളോട് ജസ്റ്റ് ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ആ ഒരു ആവേശം കാണിക്കും. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. നമ്മൾ എല്ലാത്തിനും ഒരു മടി കാണിച്ചു തുടങ്ങിയ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ മടി കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് വലിയ കാര്യങ്ങളിലേക്ക് വരും. നമ്മൾ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും അധിക കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിലും നമ്മൾ ആവേശം കാണിക്കുക, താല്പര്യം കാണിക്കുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുക. ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ടാസ്ക് നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഡു ഇറ്റ്. ജസ്റ്റ് ഡു ഇറ്റ്. നമുക്കൊന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ഇവിടെ 80ഓളം ആൾക്കാരുണ്ട്. എത്ര പേരെന്ന് വെച്ചാൽ ആ ടെസ്റ്റ് ഏറ്റെടുക്കാൻ റെഡി ആവുന്ന നോക്കുക. ചോദ്യം സിമ്പിൾ ആണ്. ഹു ഈസ് റെസ്പോൺസിബിൾ
ആരാണ് ഉത്തരവാദി? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിൽ ആരാണ് ഉത്തരവാദി? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, മീ മീ മീ. ഇതിനു മുൻപ് വന്ന പോലെ വരുന്നുണ്ടോ നോക്കാം. എത്ര കമന്റ് വരുന്നുണ്ടോ നോക്കട്ടെ. യെസ്, മീ. ഏകദേശം 10 പേരായി. ഓക്കെ, മീ മീ മീ. ഓക്കെ, വെരി ഗുഡ്. മീ 15 പേര്. ഓക്കെ, വെരി ഗുഡ്. ഇത്ര പേരല്ല ഉള്ളത്. യെസ്, ഐ വാണ്ട് എവ്രിബഡി. ഹൂ ഈസ് റെസ്പോൺസിബിൾ? ആരാണ് ഉത്തരവാദി? ഇതാണ് ചോദ്യം. നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൽ ആരാണ് ഉത്തരവാദി? ജലീൽ പറയുന്നു മീ. ഓക്കെ, വെരി ഗുഡ്. എന്റെ ചിന്തകളാണ്. ഓക്കെ, വെരി ഗുഡ്. എന്റെ ചിന്തകളല്ല, ഞാൻ തന്നെ. എന്റെ ചിന്തകളാണെന്ന് പറഞ്ഞിട്ടിരിക്കണ്ട. എന്റെ ചിന്തകളാണ്, ശരിയാണ്, പക്ഷെ ഞാൻ തന്നെ. ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യും. ഈ ഞാനാണ് പ്രോബ്ലം. എന്റെ ചിന്തകൾക്കാണ് പ്രശ്നം, എനിക്കല്ല പ്രോബ്ലം. എന്റെ ചിന്തകൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണ്ട. ഞാൻ തന്നെ, എനിക്കാണ് പ്രോബ്ലം. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. ഐ ഹാവ് ടു ചേഞ്ച്. ഇത് സ്വയം വെറുക്കലല്ല, ഇത് അക്സെപ്റ്റ് ചെയ്യല. എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇറ്റ്സ് ഓക്കെ ആൻഡ് ഐ വിൽ ചേഞ്ച്. ഇറ്റ്സ് മീ. ഏകദേശം 30ഓളം ആൾക്കാർ കമന്റ് ചെയ്തു. ബാക്കിയുള്ളവരുടെ ജോലിയിലായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ജോലിയിലാണ്, ഞാൻ തിരക്കിലാണ്, ഞാൻ ബിസിയാണ്, എനിക്കൊരു മീ എന്ന് കമന്റ് ചെയ്യാൻ വയ്യ. ഓൺലി 30 people commented. ഓക്കെ, 31 people commented. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഓരോ കാര്യം നമ്മളിപ്പോ ഇത് പുഷ് ചെയ്തപ്പോഴാണ് വന്നത്. ഇതൊക്കെ എക്സാമ്പിളാണ്. ഞാനിപ്പോ പറഞ്ഞത് ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, നമ്മളെ പുഷ് ചെയ്യണം, നമ്മളെ തള്ളണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ദാറ്റ്സ് വൈ യു ആർ നോട്ട് സക്സീഡിങ്. അതുകൊണ്ടാണ് സക്സീഡ് ആവുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓക്കെ. ആ ഹെൽപ്പ് ചോദിക്കാം, എടുക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യണം. വി ഹാവ് ടു സ്റ്റോപ്പ്. നമ്മൾ ഇറങ്ങി തിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേറെ ആരും വർക്ക് ചെയ്യില്ല. നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ, നമ്മൾ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നത് തിരിച്ചിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ. എക്സ്ക്യൂസസ് കേൾക്കണ്ട, എക്സ്ക്യൂസസ് പറയണ്ട. എത്ര സത്യമുണ്ടെങ്കിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അത് പറയുന്നത് ഒരു ശീലമല്ലാതാക്കുക. അതിൽ സത്യമുണ്ടാകാം, ചിലപ്പോ നിങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ട്, അതൊക്കെ സത്യമായിരിക്കും. പക്ഷെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആണ് ഇതിന് കാരണം. അതും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ സാഹചര്യം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്രോബ്ലം നമ്മൾ തന്നെയാണ്. നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ആ തീരുമാനങ്ങളെ, സംഗതികളെ, കാഴ്ചപ്പാടുകളെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. സോ തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ പറയുന്നത് വെച്ചാൽ there is always one limiting factor or constraints that sets the speed at which you achieve your goal. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലോ അതിന്റെ വേഗത കുറക്കുന്ന, അതിന്റെ വേഗത തീരുമാനിക്കുന്ന ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് കണ്ടെത്തണം. എല്ലാ ഗോളുകളും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിൽ ഒരൊറ്റ കാരണം, there is a bullshit story that you are telling yourself. നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. There is a bullshit story. പച്ചക്കള്ളം. നിങ്ങളോട് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അച്ചീവ് ചെയ്യാതിരിക്കാനുള്ള കാരണം. ആ സ്റ്റോറി എന്താ? വാട്ട് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിംഗ് യുവർസെൽഫ്? എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല, കാരണം എന്നെ കൊണ്ട് അതിപ്പം നേടിയെടുക്കാൻ കഴിയില്ല, കാരണം എന്നെ കൊണ്ട് ഇപ്പൊ അത് താങ്ങാൻ കഴിയില്ല, കാരണം. വാട്ട് ഈസ് ദ സ്റ്റോറി? ഇറ്റ്സ് എ ഫിയർ. ഒരു ഫിയർ ആണ്. ഫിയർ ഈസ് നത്തിങ് ബട്ട് എ സ്റ്റോറി. ഫിയർ ഓഫ് ഫെയിലിയർ ആവാം, അല്ലെ? ഫിയർ ഓഫ് ഫെയിലിയർ ആവാം. നമുക്ക് നേടാൻ കഴിയില്ല, പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. എന്തോ ഒരു പേടി, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ആയിരിക്കാം. ഞാൻ തുടർന്നിട്ട് അത് എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഞാൻ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലോ എന്നുള്ള പേടിയായിരിക്കും. വാട്ട് ഈസ് ദാറ്റ് സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിംഗ്? നിങ്ങളോട് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാതിരിക്കണം. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ തടസ്സം. ആ സ്റ്റോറി ഒന്ന് എഴുതി വെച്ച്. എന്ത് സ്റ്റോറിയാണ്?
സമയമുണ്ടല്ലോ നേടാമെന്ന ചിന്ത. സമയമുണ്ടല്ലോ, എനിക്ക് സമയമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത. ഓക്കെ, വേറെ എന്ത് സ്റ്റോറിയാ? റെജീന പറയുന്നു, റെജീനയുടെ സ്റ്റോറി പറഞ്ഞു. സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്നുള്ള, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു സ്റ്റോറി. അവരിങ്ങനെ ചിന്തിക്കും, അവരെന്നെ പറ്റി അത് ചിന്തിക്കും, അവരെന്നെ പറ്റി മോശമായിട്ട് ചിന്തിക്കും. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ഞാനൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ EMI അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ചിന്ത ഉണ്ടാവും, അതിന്റെ പേരിൽ പേടിയുണ്ടാവും. അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സാമ്പത്തികമായിട്ടുള്ള കടത്തിലേക്ക് ഞാൻ പോയാലോ എന്ന ചിന്തയിൽ നിന്ന് പിന്നെ പോകും എന്നാക്കുക സ്റ്റോറി. മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഇന്ന ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ. ആ സ്റ്റോറി ഒന്ന് പൂർത്തിയാക്കി. ഫീലിംഗ് ഫിയർ ഓഫ് പീപ്പിൾ. ആൾക്കാരെ പേടി, മറ്റുള്ളവരെ പേടി. എന്ത് സ്റ്റോറിയാണ് നിങ്ങൾ നമ്മളോട് പറയുന്നത്? എനിക്ക് ഈ കംഫർട്ട് സോൺ ഞാൻ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതെല്ലാം നഷ്ടപ്പെടുമല്ലോ, ഈ കംഫർട്ട് എല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന പേടി. ജീവിത സാഹചര്യങ്ങളാണല്ലോ എന്നെ ഇങ്ങനെ. എന്താണ് ജീവിത സാഹചര്യം? ആ ജീവിത സാഹചര്യം ഒന്ന് കമന്റ് ചെയ്ത് കൃഷ്ണദാസ്. എന്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെയാക്കി. ചേഞ്ച് ദാറ്റ് സ്റ്റോറി. നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്തേ പറ്റും. If you cannot change the story that you are telling yourself, you cannot change your future. നിങ്ങൾ നിങ്ങളുടെ പ്രസന്റിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറി, ഞാൻ ഒരുപാട് പരാജയപ്പെട്ടു, ഞാൻ ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടതാണ്, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നടക്കുമോ? നടക്കില്ലല്ലോ, അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ചേഞ്ച് ദാറ്റ് സ്റ്റോറി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ തടസ്സം. നിങ്ങളുടെ സ്റ്റോറി എന്താണ്? ഒന്ന് ഐഡന്റിഫൈ ചെയ്ത്, ഒന്ന് എഴുതിയെടുത്ത്. നിങ്ങളുടെ ഒരു എക്സസൈസ് ആണ്. വാട്ട് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിംഗ് യുവർസെൽഫ്? അത് ഐഡന്റിഫൈ ചെയ്യണം, സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യണം. ഒരു സ്റ്റോറി മാത്രമല്ല ചിലർക്ക് ഉണ്ടാവും, പല സ്റ്റോറി ഉണ്ടാവും. അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, ദാറ്റ്സ് കംഫർട്ട് സോൺ. ഓക്കെ, കംഫർട്ട് സോൺ പറയുന്നു അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അത് മതി. പക്ഷെ ആഗ്രഹമുണ്ടോ? അതിനപ്പുറത്തേക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, ദാറ്റ്സ് ഗുഡ്, കംഫർട്ട് സോൺ. അത് നടക്കട്ടെ. സക്സസിൽ ഇനി എത്തിയില്ലെങ്കിലോ? ഞാൻ ചെയ്യാൻ ശ്രമിച്ചു, ഇനി സക്സസിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ എന്നെ പറ്റി ഞാൻ എന്ത് വിചാരിക്കും? ഞാനൊരു പരാജിതനായി പോവുള്ളൂ. എത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഈ സ്റ്റോറി നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സ്റ്റോറി ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള ചിന്ത. അതാണ് ഡോമിനേറ്റിംഗ് തിങ്കിങ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തുണ്ട് എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറി എന്താണ്? നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള സ്റ്റോറിയാണോ, കഴിയില്ല എന്നുള്ള സ്റ്റോറിയാണോ? വാച്ച് ഇറ്റ് ക്ലോസ്ലി, ഒബ്സർവ് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് മനഃപൂർവ്വം പറയുന്ന സ്റ്റോറി ഉണ്ടാവും, അതല്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്റ്റോറി എന്താണ്? അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള ചിന്ത. അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള ചിന്തകള്. ബിലീഫ് സിസ്റ്റമായത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് കയറി കൂടി കിടക്കുന്നത് അതാണ്. നിങ്ങളുടെ ഒരു വിശ്വാസമായി കിടക്കുന്നത് അതാണ്. നിങ്ങളുടെ ഒരു കോർ ബിലീഫായിട്ട് കിടക്കുന്നത് അതാണ്. നിങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് കിടക്കുന്നത് അതാണ്. നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കിടക്കുന്നത് അതാണ്. നിങ്ങളുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് കിടക്കുന്നത് അതാണ്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് അതാണ്. നിങ്ങളെ നയിക്കുന്നത് അതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് റിയാലിറ്റി തീരുമാനിക്കുന്നത് അതാണ്. നിങ്ങളെ തളർത്തുന്നത് അതാണ്. നിങ്ങളെ വളർത്തുന്നത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അതാണ്. സോ വാട്ട് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിംഗ്? ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ഒന്ന് കണ്ണടച്ച് ഒരു 5 മിനിറ്റ്. എവറിബഡി ക്ലോസ് യുവർ ഐസ്. Everybody close your eyes and try to understand. എന്താ ഒന്ന് ഓർത്തെടുത്തേക്ക്. ഞാൻ എന്ത് സ്റ്റോറിയോ എന്നോട് പറയുന്നു? നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്
അത് നേടിയെടുക്കാത്തതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയേ. അപ്പൊ ഒരു സ്റ്റോറി വരും. എന്തുകൊണ്ട് നേടിയെടുത്തില്ല? എന്തുകൊണ്ട് അത് ഇപ്പോഴും അച്ചീവ് ചെയ്തില്ല? കാരണം ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കാരണം എനിക്ക് അറിവില്ല, കാരണം എനിക്ക് പേടിയാണ്, കാരണം ഞാൻ പണിയെടുത്തിട്ടില്ല, കാരണം ഞാൻ പണിയെടുക്കാൻ മടിയുള്ള ആളാണ്, കാരണം ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആളാണ്, കാരണം ഞാൻ പലതവണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്നിൽ വിശ്വാസമില്ല, എനിക്ക് കോൺഫിഡൻസ് കുറവാണ്. ഈ സ്റ്റോറി എന്തിനെതിരാണ്? നിങ്ങൾ ഈ പറയുന്ന ഡയലോഗ് എന്തിനെതിരാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിനായിട്ട് മാച്ച് ആവുന്നതാണോ ഈ കോൺവെർസേഷൻ? നിങ്ങൾ നിങ്ങളോട് നടത്തുന്ന ഒരു ചർച്ചയാണിത്. നിങ്ങൾ നിങ്ങളോട് നടത്തുന്ന ഒരു സംഭാഷണമാണിത്. കമ്മ്യൂണിക്കേഷൻ ആണിത്. ഈ കമ്മ്യൂണിക്കേഷൻ മാച്ചിങ് ആണോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരാളോട് പറയുന്നു, നിങ്ങൾ ഒരാളോട് പറയാ, നിങ്ങളുടെ സുഹൃത്തിനോട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് പറയാണ്, കേട്ടോ, അവിടെ പോയിട്ട് അവിടെ ഒരു ബോക്സ് ഉണ്ട് ഷെൽഫിൽ, ആ ഷെൽഫിൽ നിന്ന് ആ ബോക്സ് ഒന്ന് എടുത്തിട്ട് കൊണ്ടുവരണം എന്ന് പറയണം. എന്നിട്ട് അതേ സുഹൃത്തിനോട് തന്നെ പറയാണെന്ത്, എടാ ആ ബോക്സിൽ എടുക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ആ ബോക്സിൽ എന്താ ഉള്ളത് നമുക്കറിയില്ല, ചിലപ്പോൾ ബോംബായിരിക്കും, ചിലപ്പോൾ പൊട്ടും, ചിലപ്പോ നീ അത് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അത് എടുക്കാൻ നിനക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നിട്ട് അതിനു മുൻപ് ചിലപ്പോൾ നീ പാമ്പ് കടിയിട്ട് മരിക്കും. ആ റൂമിൽ പാമ്പിന്റെ ശല്യമുണ്ട്. ആ റൂമിലേക്ക് നീ പോകുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ, ചിലപ്പോൾ നിനക്ക് അത് അവിടേക്ക് എത്താൻ കഴിയില്ല, അതിനു മുൻപ് തന്നെ നീ തളർന്നു വീഴും. ഇവന് എന്നെങ്കിലും ആ ബോക്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയോ? അവ പറഞ്ഞയച്ച അവനെ പിന്തിരിപ്പിക്കുന്നത് ആരാ? അതാരാ? ആ പിന്തിരിപ്പിക്കുന്നത് ആരാ? ഈ ഞാൻ തന്നെ. ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു, ലക്ഷ്യം ആഗ്രഹങ്ങൾ കൊടുക്കുന്നു, ആഗ്രഹങ്ങൾ പറയുന്നു, മനസ്സിനോട് പറയുന്നു, മനസ്സ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം അതേ മനസ്സിനെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നു, ഇവിടെ നിനക്ക് അത് നേടാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവർ നിന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? മാച്ചിങ് ആയിട്ടുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള ഡയലോഗ് അല്ലേ കൊടുക്കേണ്ടത്? സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്റ്റോറി അല്ലേ കൊടുക്കേണ്ടത്? അതിന് പകരം എടാ നീ പോയിട്ട്, അത് ഈസിയാണ്, അത് ഭാരമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ആ ഫ്രണ്ടിനോട് പറയുന്നത് നീ ഒരു കാര്യം ജസ്റ്റ് അവിടെ പോയി ആ ഷെൽഫിലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് തുറന്നാണ്ട് എടുത്ത് പോന്നാൽ മതി, അത് വെയിറ്റ് ഒന്നുമില്ല. ഇനി ഞാൻ കൂടെ പോരണോ? ഞാൻ കൂടെ പോരാ. പേടിയാണോ? പേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ വെച്ചാൽ അതൊന്നും എടുത്തിട്ട് പാടാം, 2 മിനിറ്റിന്റെ കേസുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിക്കോട്ടെ, അവനത് എടുത്തു വരും. പറഞ്ഞു. അതിന് പകരം അവിടേക്ക് പോകുന്നത്, ആ റൂമിലേക്ക് പോകുന്നത് വലിയൊരു തടസ്സമാക്കി നിർത്തുന്ന ഡയലോഗുകൾ അടിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതുപോലെയാണ് നമ്മൾ അധികം ആൾക്കാർ നമ്മളോട് സ്റ്റോറി പറയുന്നത്. ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഈ സ്റ്റോറി എങ്ങനെ എടുത്തിടുന്നു. സ്റ്റോറി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മളോട് പറയുന്ന സ്റ്റോറി, ആ സ്റ്റോറി ചേഞ്ച് ചെയ്തേ പറ്റൂ. യു ഹാവ് ടു ചേഞ്ച് യുവർ സ്റ്റോറി. ഓക്കെ? ആ സ്റ്റോറി ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിയമത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. നിങ്ങൾ നിങ്ങളോട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റോറി എന്താ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. ആ കഥയിൽ നിങ്ങളെ പറ്റി ഒരു ഇമേജ് ഉണ്ട്, ശരിയല്ലേ? നിങ്ങൾ ആരാണ് എന്നുള്ള ഇമേജ്. ഒരു കാര്യം മനസ്സിലാക്കുക, it doesn't matter who you are right now, it doesn't matter who you were all these years, it does matter who you want to become. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ എവിടുന്ന് വന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് എന്താവണം, എവിടേക്ക് പോകണം എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് ആരാവണം എന്നുള്ളതാണ് പ്രധാനം. It doesn't matter who you are right now, it does matter who you want to become. Change your story.
നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഇമേജ് മാറ്റിയെടുക്കണം. ഹൗ ഡു യു ഡു ദാറ്റ്? മനഃപൂർവ്വം പറയാ. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് ക്യാൻസൽ പറയും. മനസ്സിൽ പറയുക ക്യാൻസൽ. ആ ചിന്തകൾ എനിക്ക് വേണ്ട, ക്യാൻസൽ. ചിന്തകൾ വരികയാണ്, ഒരു കഥ വരികയാണ്, ക്യാൻസൽ. എന്താ ചെയ്യേണ്ടത്? ഇതൊരു വാക്സിൻ എടുക്കലാണ്, ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കലാണ്. ക്യാൻസൽ എന്ന് പറയും. ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മുടെ മനസ്സിലേക്ക് എന്താ വെച്ചാൽ ഒരു വൈറസ് ചിന്ത വരികയാണ്, ഒരു നെഗറ്റീവ് ചിന്ത വരികയാണ്. ഉടനെ നമ്മൾ പറയുന്നത് വെച്ചാൽ ക്യാൻസൽ. ആ ചിന്ത വേണ്ട. അത് എന്നെ ഉപകാരപ്പെടുന്ന, എന്നെ തളർത്തുന്ന ചിന്തയാണ്. സോ ബി സെൽഫ് അവെയർ. നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് നിങ്ങൾ അവെയർ ആവണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്റ്റോറികളെ കുറിച്ച് നിങ്ങൾ അവെയർ ആവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് കമന്റ് ചെയ്ത്, ഐ ക്യാൻ ചേഞ്ച് മൈ സ്റ്റോറി. ഒന്ന് കമന്റ് ചെയ്ത്, ഐ ക്യാൻ ചേഞ്ച് മൈ സ്റ്റോറി. എന്റെ കഥകൾ എനിക്ക് മാറ്റാൻ കഴിയും. ഐ ക്യാൻ ചേഞ്ച് my story. I can change my story. Just comment down. I can change my story. Very good, Ramesa. I can. Just comment down. Everybody, I can change my story. Very good. Just now. I can change my story. Abhilash, I can change my story. നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് പറയുമ്പോൾ എന്താ പറയാ? നമ്മള് അത് കമന്റ് ചെയ്ത്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത വരികയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്ത വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്ത് കമന്റ് ഡൗൺ. വാട്ട് ഷുഡ് വി ഡു? എന്താ പറയേണ്ടത്? Just comment down. Cancel. Very good. Cancel. പറയാം, ക്യാൻസൽ എന്ന് പറയും. നെഗറ്റീവായ ചിന്തകൾ വരുന്ന സമയത്ത് ക്യാൻസൽ. അത് ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയാം. ഡിലീറ്റ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് ഉപയോഗിക്കാം. ക്യാൻസൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് ക്യാൻസൽ എന്ന് പറയാം. അപ്പൊ എനിക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു മടിയുള്ള ചിന്തകൾ വരിക, അതിപ്പോ ചെയ്യണ്ട, അല്ലെങ്കിൽ അതിൽ പേടിപ്പിക്കുന്ന ഒരു ചിന്ത വരിക, ഉടനെ ഞാൻ മനസ്സിലേക്ക് പറയും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചില ചിന്തകൾ വരും നെഗറ്റീവായിട്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇരിക്കുമ്പോഴായിരിക്കും ചിന്തകൾ വരും. വെറുതെ ഇരിക്കുന്ന മനസ്സിലേക്ക് എന്തെങ്കിലും വരും, ചിന്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ പറയുക ക്യാൻസൽ. അതുകൊണ്ട് ഉപകാരമില്ല, അൺഹെൽത്തിയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ഒരു കാരണവശാലും ഒരു സെക്കൻഡ് പോലും നമ്മുടെ മൈൻഡിൽ നിർത്താൻ അവസരം കൊടുക്കും. ജസ്റ്റ് പറയാം ക്യാൻസൽ. എന്നാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കുക, അതിങ്ങനെ മുട്ടിയിട്ട് പെരുകും. അതിങ്ങിട്ട് ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ പെരുകി വലുതായി വരും. മനസ്സിലാവണം. അത് കൂട് കെട്ടും. അത് എന്താ പറയാ, നമ്മുടെ മനസ്സിൽ കൂട് കെട്ടി വീട് വെച്ച് താമസിച്ച് വിവാഹം കഴിച്ച് മക്കളായി മരുമക്കളായി വെച്ച് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. നോ യുവർ മൈൻഡ്. മനസ്സെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയപ്പെട്ടു. സോ നമ്മളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മളോട് പറയുന്ന സ്റ്റോറിയാണ്. വാട്ട് ഈസ് ദാറ്റ് വൺ ഫാക്ടർ? നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട വൺ ഫാക്ടർ ഉണ്ട്. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാത്തതിന്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു, മനസ്സിലേക്കുള്ള തിയറികളെ പറ്റി പറഞ്ഞു, സംഗതികൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനെ പറ്റി പറഞ്ഞു, നമ്മളാണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡെപ്തിലേക്ക് പോകാൻ പോവാണ്. അടുത്ത ദിവസം നമ്മൾ ഈ വിഷയത്തിൽ വീണ്ടും ക്ലാസ് എടുക്കും. ആൻഡ് ദ ക്ലാസ് വിൽ ബി വൺ ഫാക്ടർ. നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന വൺ ലിമിറ്റിംഗ് ഫാക്ടർ, നിങ്ങളുടെ ഗോളിലേക്ക് ലിമിറ്റ് ചെയ്യുന്ന വൺ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. അതാണ് അതിന്റെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അതെന്താണെന്നുള്ളത് തിരിച്ചറിയണം. അതിനെക്കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കുന്നതാണ്. ഇന്നത്തെ സെഷനിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയോ? അവയർനെസ് ഉണ്ടായോ? നമ്മൾ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വരുന്നതിലൂടെ ഓരോ ദിവസം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കോച്ച് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദിസ്. വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? പുതിയ അവയർനെസ് കിട്ടിയോ? പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റിയോ? ഓക്കെ, എന്താ ഇന്നത്തെ പഠിക്കാൻ പറ്റിയ പോയിന്റ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഗോളിന് നമ്മൾ ഡെഡ് ലൈൻ കൊടുക്കുമല്ലോ. ഓക്കെ, അപ്പൊ സ്റ്റോറി ചേഞ്ച് ചെയ്യുമ്പോൾ ഡെഡ് ലൈനും ചേഞ്ച് ചെയ്യണ്ടേ? സ്റ്റോറി ചേഞ്ച് ചെയ്യേണ്ടത് നെഗറ്റീവ് സ്റ്റോറിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഡെഡ് ലൈനും ചേഞ്ച് ചെയ്യണം നിർബന്ധമില്ല. നെഗറ്റീവ് സ്റ്റോറിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേവകൃഷ്ണ, ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് പോകുമോ?
നെഗറ്റീവായ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ആ മൈൻഡ് ക്യാൻസൽ എന്ന് പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക, നല്ല ചിന്തകളാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നുള്ള അവയർനെസ് കൊടുക്കുക. ഈ ചിന്ത കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല, അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് പൊയ്ക്കോളും. ക്യാൻസൽ ക്യാൻസൽ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ആ ചിന്ത എന്ത് ചെയ്യും, അത് നമ്മുടെ അതിന്റെ ഒരു അർത്ഥം, ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്, അതെനിക്ക് വേണ്ട, ആ ചിന്ത ഞാൻ ചിന്തിക്കേണ്ട, അത് എനിക്ക് അൺഹെൽത്തിയാണ്. ഉടനെ നീങ്ങിയ ചേഞ്ച് യുവർ സ്റ്റോറി, അടുത്ത നല്ല സ്റ്റോറിയിലേക്ക് ചിന്തിക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വാക്സിൻ എടുക്കാം. എന്താണ്, ഡേ ബൈ ഡേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ ദിവസം കഴിയുന്നവരും ഞാൻ ഉഷാറായിക്കൊണ്ടിരിക്കും. ഐ ക്യാൻ അച്ചീവ്, ഐ വിൽ, ഐ മസ്റ്റ്, ഐ ക്യാൻ ഡു, ഐ ക്യാൻ ബി, ഐ ക്യാൻ അച്ചീവ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്, ഐ ഡിസേർവ് ഗ്രേറ്റ് തിങ്സ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ഗോളിന് നമ്മൾ ഡെഡ് ലൈൻ കൊടുക്കുമല്ലോ, അപ്പോൾ സ്റ്റോറി ചേഞ്ച് ചെയ്യുമ്പോൾ ഡെഡ് ലൈനും ചേഞ്ച് ചെയ്യേണ്ടത്. ഡെഡ് ലൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോറി മാത്രം. സ്റ്റോറി എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റോറിയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. നെഗറ്റീവ് സ്റ്റോറി ചേഞ്ച് ചെയ്യുമ്പോൾ ഡെഡ് ലൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ഹോപ്പ് കിട്ടുന്നുണ്ടോ? ഹൗ ഈസ് ഇറ്റ് ഹെൽപ്പിംഗ് യു? നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹെൽപ്പാണ് ലഭിച്ചിട്ടുള്ളത്? എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത്? ഒന്ന് കമന്റ് ചെയ്ത്. എന്താണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്? എനിക്കറിയണം ഇന്ന് പഠിച്ചിട്ടുള്ളത് എന്താണ്, ഇന്നത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്താ? ഹലോ, ക്യാൻ വി ഡു ദാറ്റ്? ഇന്നത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? ജസ്റ്റ് കമന്റ് ഡൗൺ. ഉള്ളിലെ സ്റ്റോറി കണ്ടെത്താൻ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ് റെജീന. ഞാൻ സ്വയം നിയന്ത്രിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന ഉള്ളിലെ സ്റ്റോറി കണ്ടത്. ദാറ്റ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഹൗ ടു കൺട്രോൾ നെഗറ്റീവ് തിങ്കിങ്? ജസ്റ്റ് ഞാൻ മനസ്സിലാക്കും. എന്റെ നെഗറ്റീവ് തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാം. കാരണക്കാരി ഞാൻ മാത്രമാണ് എന്നുള്ളത് സൗദാ ഷാഫിൽ മനസ്സിലാക്കി. ഞാൻ മാത്രമാണ് എന്റെ ലൈഫിന്റെ കാരണം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത മെസ്സേജ് കമന്റ് ചെയ്യ്. ഐ വാണ്ട്. ഞാൻ ഇത്രയും നിങ്ങൾക്ക് 1 മണിക്കൂറോളമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് തന്നിരിക്കുകയാണ്. ഐ എം ആസ്കിങ് യു വൺ തിങ്. എന്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടി? അതെനിക്ക് വലിയ സന്തോഷം ഉണ്ടാകും. നാളെ എനിക്കത് കൂടുതൽ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം നൽകും. സോ ഐ വാണ്ട് ദിസ്. നിങ്ങളെയും കൂടെ ഒന്ന് പ്രേരിപ്പിക്കണം. ആ മടി മാറ്റിടും. എക്സ്ക്യൂസ് പറയല്ലേ. ഞാനിപ്പോ കമന്റ് ചെയ്താൽ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും, ഞാനിപ്പോ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കമന്റ് ചെയ്യാൻ, ടൈപ്പ് ചെയ്യാൻ മടിയാണ്. അതായത് ഒരുപാട് ടൈപ്പ് ചെയ്യണം, ഭയങ്കര പ്രയാസമാണ്. ക്യാൻസൽ കമന്റ്, ക്യാൻസൽ കമന്റ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ജസ്റ്റ് ഗിവ് സംതിങ്. ഓക്കെ, ഇതിന് വലിയ ടാക്സ് ഒന്നും നടക്കണ്ട, ക്യാഷ് ഒന്നും ചെലവില്ല. ജസ്റ്റ് ഡു ഇറ്റ്. ഐ വാണ്ട് ടു നോ. ഓക്കെ, എന്റെ ബ്ലോക്ക് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. വെരി ഗുഡ്. പിന്നെ ഐ ഹാവ് ടു ചേഞ്ച് മീ ടു അച്ചീവ് മൈ ഗോൾ. എന്നെ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു പ്രൊമീസ പറയുന്നത്. വെരി ഗുഡ്. കാരണം ഞാൻ മാത്രം, എന്റെ വിജയം ഞാൻ തന്നെ കണ്ടെത്തണം. ദിലീപ്, ഒരു അവയർനെസ് വന്നു അല്ലേ? നമുക്ക് ഈ അവയർനെസ് ഒക്കെ ഇതിന് മുൻപൊക്കെ പലപ്പോഴും മെസ്സേജുകൾ വന്നു. പക്ഷെ ഒരു അവയർനെസ് ആയിട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ചിലപ്പോൾ ഇന്നത്തെ ഈ ഒരു അവയർനെസ് കൊണ്ട് ചിലപ്പോൾ ചേഞ്ച് ആവും. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങളെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് ഓരോ ശ്രമം നടത്തണം നമ്മൾ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താം, എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കാണും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. കാരണം ഞാൻ മാത്രം, എന്റെ വിജയം ഞാൻ കണ്ടെത്തുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഗ്രാജുവലി വി ക്യാൻ അച്ചീവ് ബിഗ് ഗോൾസ്. വെരി ഗുഡ് അഭിലാഷ് പറഞ്ഞു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രാജുവലി നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. സൂപ്പർ സെഷൻ. താങ്ക് യു സോ മച്ച് സൗദ പറഞ്ഞു. വെരി ഗുഡ്. ഞാൻ മാത്രമാണ്, എന്നെ ഞാൻ തന്നെ മാറ്റണം. എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയാൽ സക്സസ് ആവാൻ കഴിയില്ല. വെരി ഗുഡ് ദേവകൃഷ്ണൻ. സൂപ്പർ സെഷൻ ആണ്. താങ്ക് യു സോ മച്ച്. സോ നിങ്ങളുടെ ഉള്ളിലുള്ള ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയും ഈ ക്ലാസ് തുടരണം, ഇത് ഇനിയും ഉയരങ്ങളിൽ എത്തണം. മുഹമ്മദ് അർഷദ്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. വിൽ കണ്ടിന്യൂ ദി സെഷൻസ്. നാളെ നമ്മൾ മറ്റൊരു വിഷയമായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ 1 ഫാക്ടർ എന്ന് പറയുന്ന 1 ലിമിറ്റിംഗ് ഫാക്ടർ, നിങ്ങളെ സക്സസിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന 1 ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്, നിങ്ങളുടെ നിശ്ചയിക്കുന്ന ആ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കും. നാളത്തെ സെഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, പങ്കെടുക്കുക. അതേപോലെ തന്നെ ഇതിനെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഒരു 5 days ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗോൾ സെറ്റിംഗ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ടൈം മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മടി പിടിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ മടിയെല്ലാം മാറ്റി, നീട്ടിവെക്കുന്ന സ്വഭാവമെല്ലാം മാറ്റി, ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അലൈൻഡ് ആയിട്ട് നിങ്ങളുടെ ഗോളുകളിലേക്ക് നിരന്തരം വർക്ക് ചെയ്ത് പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ വെറും 499 രൂപയ്ക്ക് 5 ദിവസത്തെ ലൈവ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്, കോച്ചിങ് നടക്കുന്നു. ഞാൻ നൽകുന്ന സൂം സെഷനിലൂടെയാണ് നടക്കുന്നത്. കം ആൻഡ് അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം.
20-ാം തീയതി മുതലാണ്. 20-ാം തീയതി 20, 21, 22, 23, 24 5 ദിവസങ്ങളിലായിട്ട് നടക്കും. വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെയാണ് സെഷൻ നടക്കുന്നത്. നിങ്ങൾ വരിക, സെഷനിൽ പങ്കെടുക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ക്യാൻ വി ഡു ദാറ്റ്? ഷാൽ വി ഡു ദാറ്റ്? ഓക്കെ, സോ ഐ വാണ്ട് യു ടു കം ആൻഡ് ജോയിൻ. ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 8086880777 8086880777 5 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പേയ്മെന്റ് അടച്ചാൽ മതി. 8086880777 ഈ നമ്പറിലേക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അത് വാങ്ങാം. വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞുള്ള ബുക്കാണ്. ഇതിന് ആക്ച്വൽ ബുക്കിന്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസ് ആണ്. 250 രൂപയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബുക്ക് വായിക്കണം, അതിൽ ആ കാര്യങ്ങൾ അറിയണം, പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്ത് വാങ്ങിക്കാം. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. അതിന്റെ ഒരു കോസ്റ്റ് ഉണ്ടാകും. ഷിപ്പിംഗ് കോസ്റ്റ്, അതായത് പോസ്റ്റൽ ചാർജ് ഉണ്ടാകും. അത് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അഡീഷണലി. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അതും ബുക്ക് ചെയ്യാം. നമ്പർ ഇത് തന്നെയാണ്, 8086880777. ഓക്കെ, താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കോഴ്സ് നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ മടി മാറ്റി കറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ടൈം എല്ലാം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് വരിക. 499 രൂപയുള്ള 5 ദിവസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാകും. ഇപ്പൊ ഞാൻ എടുക്കുന്ന ട്രെയിനിങ് അല്ല അത് ഡെപ്തിൽ നിങ്ങളെ ഓരോ വിഷയത്തിൽ ഓരോ ടൂളുകൾ പരിചയപ്പെടുത്തി ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ട്രെയിനിങ് ആണ്. സോ കം ആൻഡ് ജോയിൻ ആൻഡ് അറ്റൻഡ് യുവർ ട്രെയിനിങ്. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക്. ഐ എം റെഡി ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.